ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തിട്ട് വരുന്ന ഒരു ഹെയർ ബ്രൂച്ചാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു കളർ ബീഡ്സാണ്. അതൊരു വാട്ടർ മെലൺ കളറിലുള്ള ഒരു ബീഡ്സാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഗ്ലേസിങ് ഒക്കെ ആയിട്ടുള്ള ഒരു ബീഡാണ്. അപ്പോൾ ഇത് കൊച്ചു പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ബ്രൂച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കണ്ടില്ലേ, അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. പിള്ളേർക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഹെയർബോ വയ്ക്കുന്ന പോലെയൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിന് റേറ്റൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഇതുപോലെ ബ്രൂച്ചസൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിലാക്കിയാൽ ഒരുപാട് പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കഴിയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് മെറ്റീരിയൽസൊക്കെ ഒന്ന് നോക്കാം. ആകെ 4 ടൈപ്പ് ബീഡ്സാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഈ ഒരു ബീഡാണ്. ട്യൂബ് ബീഡ്, പൈപ്പ് ബീഡ് എന്നൊക്കെ പറയും. അടുത്തത് വേണ്ടത് ഈ ഒരു കളർ ബീഡ്സാണ് കേട്ടോ. ഇതൊരു വാട്ടർ മെലൺ കളറാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഗ്ലേസിങ് വന്നിട്ടുള്ള ഒരു പുതുമയുള്ള നല്ല എടുപ്പുള്ള ഒരു കളറാണ്. അപ്പം ഇതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ബീഡ്. പിന്നെ വേണ്ടത് ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ബീഡ്സ്, കുഞ്ഞു ബീഡ്സാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ സൈസായിട്ടുള്ള ഒരു ബീഡാണ്. ഇതും ഗോൾഡൻ കളറാണ്. നല്ല ക്വാളിറ്റി ബീഡ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ 2 ടൈപ്പ് ഗിയർ വയറുകളാണ്. ഒന്ന് 3mm ഒന്ന് 5mm. 5 ഇല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഈ ഒരു സീസറാണ്. ഇനി നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ടുള്ള പാർട്സുകളൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 3mmൻ്റെ ഗിയർ വയർ എടുക്കുക. എന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഗിയർ വയറിൽ നമ്മൾ ഈ ഒരു ബീഡ്സൊക്കെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പൈപ്പ് ബീഡ്സ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പൈപ്പ് ബീഡ്സ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വളച്ചെടുത്തിട്ട് പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബാലൻസ് വരുന്ന ആ ഒരു കമ്പിയിൽ പൈപ്പ് ബീഡ് കോർത്ത് കൊടുക്കുക, കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു പൈപ്പ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വളച്ച് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഇതുപോലെ കോർത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ 2 അപ്പുറത്തെ സൈഡിൽ 2 വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ? നമ്മൾ ഓരോ സൈഡിലും ഓരോ പാർട്ട് ഇതുപോലെ പിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആ ഒരു 2 കമ്പിയും കൂടെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് 2 പാർട്ടുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഈ ഒരു ട്യൂബ് ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടും രണ്ടാമത്തത് ആ ഒരു റെഡ് കളറിലുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടുമാണ്. അപ്പോൾ ഇതേ നമ്മളുടെ ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിൽ 2 അപ്പുറത്തെ സൈഡിൽ 2 വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നമ്മൾ ആ ഒരു 2 കമ്പിയും കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളുടെ ട്യൂബ് ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ പോലെ ഒരുപാടെണ്ണം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മളുടെ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി അടുത്തത് ഈ ഒരു വാട്ടർ മെലൺ കളർ വെച്ചിട്ടുള്ള പാർട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു ബീഡ്സ് അടുത്ത് വെച്ചൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഒരു റെഡും അല്ല പിങ്കും അല്ലാത്തൊരു ഷെയ്ഡാണ്, ഒരു വാട്ടർ മെലൺ കളറാണ്. ഇനി നമ്മൾ ഈ ഒരു ബീഡ്സ് ഈ ഒരു കമ്പിയിൽ 3mmൻ്റെ കമ്പിയിൽ തന്നെ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. ഒരു 10 വരിയായിട്ട് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ബീഡ്സ് റൗണ്ട് ഷേപ്പിൽ വളച്ചെടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ ഒരു 10 കൂടെ ഇതുപോലെ വരിയായിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും റൗണ്ട് ഷേപ്പിൽ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഒരു 10 വരിയായിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും വളച്ച് പിടിച്ചിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കുഞ്ഞു ഫ്ലവർ ഷേപ്പിലാണ് നമ്മളുടെ ഈ ഒരു പാർട്ട് കിട്ടുന്നത്. കണ്ടില്ലേ? ഇതുപോലെ കിട്ടും. ഇനി ആ ബാലൻസ് വരുന്ന 2 കമ്പിയും കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള കമ്പി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതുപോലെയുള്ള ഒരു ഷേപ്പിലുള്ള പാർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു 2 ടൈപ്പ് ബീഡ്സും പിന്നെ ഈ ഒരു വലിയ ബീഡുമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഈ ഒരു 5mmൻ്റെ ഗിയർ വയറുമാണ്. ഇനി നമ്മൾ ഈ ഒരു 5mm
3mm ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ അറ്റം പിടിച്ചിട്ട് വളച്ചെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഈ ഒരു പിങ്ക് കളറിലുള്ള പാർട്ടാണ്. അത് നേരെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പിരിച്ച് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു വലിയ ബീഡ് കോർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് നമ്മൾ ഇതുപോലെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും അതേ പാർട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു വലിയ ബീഡ് കോർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും ഇങ്ങനെ മാറി താഴെ ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ മെറ്റീരിയൽസിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഈ ഒരു റെഡ് കളറിലുള്ള ബീഡ്സിൻ്റെ റേറ്റാണ്. അത് ഒരു പാക്കറ്റിന് 10 രൂപയാണ് കേട്ടോ. 10 ഗ്രാം ആയിരിക്കും അതിൽ. അപ്പോൾ ഒരു പാക്കറ്റിന് 10 രൂപ വെച്ചിട്ടാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. അപ്പം എല്ലാ ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഓൺലൈനായിട്ടാണെങ്കിൽ അതിൻ്റെ ഒരുപാട് കളേഴ്സൊക്കെ വാങ്ങാൻ കിട്ടും. പല ഷേപ്പിൽ പല കളറിലായിട്ട് വാങ്ങാൻ കിട്ടും. പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരിക്കും, റേറ്റും കൂടുതലായിരിക്കും. അങ്ങനെ നേരിട്ട് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിരിക്കും അതിൻ്റെ റേറ്റിനും ക്വാണ്ടിറ്റിക്കും ഒക്കെ. അപ്പോൾ കഴിയുന്നതും നേരിട്ട് വാങ്ങുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു പൈപ്പ് ബീഡ്സിന് അതൊരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ. അതിൽ 10 ഗ്രാം 20 ഗ്രാം അങ്ങനെ ഗ്രാം കണക്കിന് അവർ പാക്കറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ബീഡ്സിൻ്റെ പ്രത്യേകത വന്നിട്ട് നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഒരുമിച്ചൊരു പാക്കറ്റായിട്ട് ഇരിക്കുമ്പം ആ പാക്കറ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പം അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. സാധാ ബീഡ്സ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ 20 രൂപ 10 രൂപ അങ്ങനെയൊക്കെ ഓരോ പാക്കറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റേറ്റൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ നമ്മളിതിൽ 2 ടൈപ്പ് ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗോൾഡൻ കളറിലുള്ള വലിയ ബീഡും പിന്നെ അതിൻ്റെ കുഞ്ഞു ബീഡുമാണ്. അതിന് ഗ്രാമിനനുസരിച്ച് കിട്ടും. ഒരു മാലയായിട്ടാണ് അത് നമുക്ക് വാങ്ങാൻ കിട്ടുക. ഒരു മാലയ്ക്ക് 8 രൂപ 9 രൂപ അങ്ങനെയൊക്കെ റേറ്റിന് വാങ്ങാൻ കിട്ടും. വലുതിന് 10 രൂപ 12 രൂപ അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസിലാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക. അപ്പം അതും നമുക്ക് കുറഞ്ഞ രീതിയിൽ വാങ്ങാൻ കിട്ടും. ബൾക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മളിതിൽ 2 ടൈപ്പ് ഗിയർ വയറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് 3mm ഒന്ന് 5mm. 5 ഇല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് 3mmൻ്റെ സൈസ് പറഞ്ഞാൽ 3mm എടുക്കാൻ നോക്കുക. അതല്ലാതെ അതിൻ്റെ സ്ഥാനത്ത് വേറെ സൈസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ക്യൂട്ടായിട്ട് നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് കിട്ടില്ല. ഇങ്ങനെ തുറിച്ച് നിൽക്കും. ഒരു റഫായിട്ട് തോന്നും. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫീൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സൈസിൽ തന്നെ ഗിയർ വയറുകൾ എടുക്കാൻ നോക്കാം. പിന്നെ ത്രെഡ് മിക്സ് ആയിട്ടുള്ള ഗിയർ വയറുകളുണ്ട്. അത് നമ്മളുടെ ജ്വല്ലറി മേക്കിങ്ങിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മളുടെ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് അതിൽ ത്രെഡൊന്നും മിക്സ് ആവില്ല. ശരിക്കും കമ്പി തന്നെയാണ്. അതിൽ വേറെ മിക്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ജ്വല്ലറി മേക്കിംഗ് കമ്പി എന്ന് പറഞ്ഞിട്ട് വേറെ വരുന്നുണ്ട്. അതിൽ ത്രെഡൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള കമ്പിയാണ്. അത് വെച്ചിട്ട് നമുക്ക് ബ്രേസ്ലെറ്റും കമ്മലും മാലയും അതുപോലെ വളയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ബ്രൂച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതിൽ ത്രെഡ് മിക്സ് ആയിട്ട് വരുന്ന കമ്പിയാണ്. അപ്പോൾ നിങ്ങൾ കമ്പി വാങ്ങുമ്പോൾ അതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. ഓൺലൈനായിട്ട് വാങ്ങുമ്പോഴും അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങാൻ. നേരിട്ട് വാങ്ങുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അതിൻ്റെ വെറൈറ്റി കളേഴ്സൊക്കെ വാങ്ങാൻ കിട്ടും. അതും ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ചില സ്റ്റേഷനറി ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെയും വാങ്ങാൻ കിട്ടുന്നതാണ്. എല്ലായിടത്തും ഉണ്ടാവില്ല കേട്ടോ. ചില ഷോപ്പിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും. അതുപോലെ മീഷോ ആപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ വെറൈറ്റി ബീഡ്സുകൾ അതുപോലെ കമ്പികളൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ നേരിട്ട് വാങ്ങുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ബ്രൂച്ചാണ്. ആ ഒരു കോമ്പിനേഷനാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർട്ടുകളെല്ലാം ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു എൻഡിങ് ആണ്. ഈ എൻഡിങ് നമ്മൾ ആ ഒരു കമ്പി വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ച് അങ്ങ് കൊടുക്കുക. നമ്മളുടെ തലയിലും കയ്യിലും കുത്താത്ത രീതിയിൽ നല്ല ഭംഗിയിൽ എങ്ങനെയൊക്കെ പിരിച്ചു കൊടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ നമ്മളത് വളച്ച് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതേ നമ്മുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. ഇത്ര ലെങ്ത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിൽ ഇത്ര ലെങ്ത്താണ് ഇതിൻ്റെ പാകം. ഇതിൽ കൂടി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ഈ ഒരു ബ്രൂച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനാണ്. കണ്ടില്ലേ, ഏറ്റവും അട്രാക്ഷനായിട്ട് വരുന്ന ഒരു കളറാണിത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബീഡ്സുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മുത്തുമാലകളൊക്കെ ഉണ്ടാവുമല്ലോ, 2-3 ടൈപ്പ് മുത്തുമാലകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഫാൻസിയിലൊക്കെ വാങ്ങാൻ കിട്ടും, 10 രൂപ 20 രൂപ ഒക്കെ വെച്ചിട്ട് വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. ഇനി നമ്മളിത് ഹെയറിൽ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. കണ്ടില്ലേ, നമ്മളുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ബാക്കിൽ വലിയവർക്ക് വെച്ചാൽ ഇതുപോലെ ഇരിക്കും. കുഞ്ഞു കുട്ടികൾക്ക് വയ്ക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഹെയർ ബോ വയ്ക്കുന്ന പോലെ തന്നെ വയ്ക്കുക. പിന്നെ ഇങ്ങനെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ തലയിൽ ഇത് വയ്ക്കാവുന്നതാണ്. പല മോഡലിലായിട്ട് പല ഹെയർ സ്റ്റൈലിലായിട്ട് നമുക്കിത് വയ്ക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം പോലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ മറ്റു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കുക. ഇതുപോലെ വെറൈറ്റി ബ്രൂച്ചസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പല മോഡലിലായിട്ട്. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഓക്കെ, ടാറ്റ, ബൈ ബൈ.